പഴയങ്ങാടി റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പൊതുമരാമത്ത് വകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. ഈ വർഷം ഒക്ടോബറോടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എം വിജയൻ MLA പറഞ്ഞു. വർഷങ്ങളായി പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീതി കുറഞ്ഞ അടിപ്പാതയിലൂടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഗതാഗതക്കുരുക്കിൽ ഉഴലുന്ന ജനങ്ങൾ പലപ്പോഴായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എം വിജയൻ MLAയുടെ ഇടപെടലിൽ ബജറ്റിൽ 6 കോടി രൂപയാണ് റെയിൽവേ അടിപ്പാതയ്ക്കായി അനുവദിച്ചത്. പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ നടപടികളാണ് പുരോഗമിക്കുന്നത്. MLAയുടെ നേതൃത്വത്തിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് റെയിൽവേ അടിപ്പാതയുടെ പരിസരം സന്ദർശിച്ചത്. റിപ്പോർട്ട് പൂർത്തിയാക്കിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. സെപ്റ്റംബർ അവസാനത്തോടുകൂടി പ്രവൃത്തി ആരംഭിക്കും. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്ന എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എം വിജയൻ MLA പറഞ്ഞു. റെയിൽവേ അടിപ്പാതയുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. തീർച്ചയായും ഇന്ന് നടക്കുന്ന ഈ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ വ്യക്തിപരമായി MLA എന്നതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ എല്ലാ ഘട്ടങ്ങളും എത്തിയിരിക്കുന്നു. ഇനി ഒക്ടോബർ മാസത്തോടുകൂടി ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള തീരുമാനവും നമ്മൾ കൈക്കൊണ്ട് കഴിഞ്ഞു എന്നതാണ് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യം. വേഗതയിൽ തന്നെ മറ്റു പ്രൊസീജിങ്സും പൂർത്തീകരിക്കും. സദേൺ റെയിൽവേ വർക്ക്സ് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ KM സുജീന്ദ്രൻ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഹബീബ് റഹ്മാൻ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ്, P രാംകിഷോർ, K ശ്രീരാഗ, P ജനാർദ്ദനൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.